എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്നും നമ്മളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തേണ്ടേ ഞാൻ മീൻകറി ഇന്നലെ വൈകിട്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് മീൻകറി വെക്കുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം ഫ്രീസറിലിരിക്കുന്ന മീനൊക്കെ ഒന്ന് തണുപ്പൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ മീൻകറി വെച്ചു. പിന്നെ തോരൻ ഉണ്ടാക്കാൻ ഇന്ന് ഞാൻ തോരൻ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ്. കാരണം തോരനും കൂടി ആകുമ്പം പിന്നെ ഓവറായിപ്പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഇന്ന് തോരനും എല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വൻപയർ കുക്കറിനകത്തിട്ടുണ്ട്, കുറച്ചെടുത്ത് കുക്കറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം മാളിപ്പം ഞാൻ മത്തങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും വിലക്കുറവുള്ള സാധനം എനിക്ക് തോന്നുന്നത് മത്തങ്ങയും ക്യാബേജും ആണെന്ന് തോന്നുന്നു. മിക്കപ്പോഴും പഴയ വിലക്കുറവുള്ള ഐറ്റങ്ങളിൽ പെടുന്ന സാധനമാണ് ഈ രണ്ട് ഐറ്റമേ. അപ്പോഴത്തേന് ഞാനൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്തൊരു എരിശ്ശേരി പോലെ വെക്കാമെന്ന്, കുറച്ച് ലൂസായിട്ട് ചാറും എന്നാൽ കുറച്ചാകുമ്പോൾ കട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മത്തങ്ങയുടെ വിഭവം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. മത്തങ്ങയും പരിപ്പും അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പരിപ്പ് കുറവായതുകൊണ്ട് ഞാൻ പയറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ പരിപ്പിട്ടേ വെക്കത്തുള്ളായിരുന്നു. അപ്പോൾ തേണ്ടേ നമ്മുടെ മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പയർ വെന്തോന്നപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം മത്തങ്ങയ്ക്ക് കുറച്ചൊരു മധുരം ഉള്ളതുകൊണ്ട് ഞാൻ അരയ്ക്കുമ്പം കുറച്ചൊരു കുരുമുളകും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പോഴത്തേന് പ്രത്യേക ഒരു ടേസ്റ്റാണേ. അപ്പോൾ അതേണ്ട ഞാൻ 2-3 പച്ചമുളകും കൂടെ അതിലേക്ക് കീറിയിടുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 2 വിസിലും കൂടി അടുപ്പിക്കണം. കാരണം പയർ കുറച്ച് വെന്തിരിക്കുന്നതാണ്. ബാക്കിയും കൂടെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് മത്തങ്ങയും കൂടെ ഇട്ട് ഒരുമിച്ച് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം തേണ്ട ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇന്ന് പഴം ഇരിപ്പുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ആട്ടപ്പൊടിയാണെന്ന് വിചാരിച്ചെടുത്തുകൊണ്ട് വന്നത്. മൾട്ടിഗ്രെയിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ രാഹുൽ കഴിക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എടുത്തുകൊണ്ട് വന്നും പോയി, അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പം എപ്പോഴെങ്കിലും ആയിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഗോതമ്പൊടിയില്ല, മൈദ ഇരിപ്പുണ്ടായിരുന്നു. മൈദ കൊണ്ടെന്നാൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. മൈദപ്പുട്ട് അവന് ഇഷ്ടമാണ്. അപ്പോഴത്തേന് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് പിന്നെ ഞാനൊന്ന് അത് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടിയെ ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിച്ചല്ല എടുക്കുന്നത്. ഇങ്ങനെ ചെറു ചൂടുവെള്ളം ഒഴിച്ചിങ്ങനെ കൈകൊണ്ട് കുറേ സമയം ഇങ്ങനെ തിരുമ്മിയാണ് ഞാൻ ഇതാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങാപ്പീരി അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് തിരുമ്മി ഒരു 5-10 മിനിറ്റ് വെക്കും. അപ്പോഴത്തേന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ മൈദാപ്പുട്ടിന്. അപ്പോൾ മൈദയും ഗോതമ്പൊടിയൊക്കെ കൊണ്ട് പുട്ടുണ്ടാക്കിയ രാഹുലിന് ഇഷ്ടമാണ്. അരിപ്പുട്ട് ഇപ്പോൾ കഴിക്കുമ്പോൾ അവനെന്തോ ഒരു താല്പര്യമില്ലായ്കയാണ്. കാരണം അത് വേണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനോർത്ത് ഇതുകൊണ്ടുണ്ടാക്കി കൊടുക്കാമെന്ന്. പിന്നെ അരയ്ക്കാനൊന്നും അരിയൊന്നും വെള്ളത്തിലിട്ടില്ല, ഇന്നലത്തെ ദിവസം ഇട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളത്തേക്കിനിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പൊടി കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ നല്ലൊരു മയവും നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മളുടെ പുട്ടുപൊടിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും എല്ലാം കൂടെ ഞാൻ നമ്മുടെ എരിശ്ശേരിക്ക് അരയ്ക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഒത്തിരി അരഞ്ഞും പോരുത്, എന്നാൽ കുറച്ച് അരഞ്ഞ പോലെ ആവുകയും ചെയ്യും. അവിയലിന് അരയ്ക്കുന്നതിനേക്കാളും നല്ലതായിട്ട് അരയ്ക്കണം. അപ്പോൾ അതുപോലെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയാണ്. വെള്ളയായതുകൊണ്ട് മഞ്ഞളും അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് എല്ലാം അന്നേരം തന്നെ തുടച്ച് വെക്കും. പിന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി പിടിച്ചിരുന്നാൽ ഭയങ്കര പാടാണ്. മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ വീണ് കഴിഞ്ഞാൽ പോകാൻ പാടാണേ. അപ്പോൾ ഞാൻ അന്നേരം തന്നെ ഒന്ന് തുടച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് വേണ്ട നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പം നമ്മുടെ പയറും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിങ്ങനെ അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എത്രയും ആവശ്യം വെള്ളം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ തേങ്ങയുടെ ഇതിൻ്റെയൊക്കെ പച്ചച്ചൊവയൊന്ന് മാറി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അഴുക്കാവും, വേറൊരു പച്ചക്കുത്ത് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തേണ്ട ഇപ്പം നമ്മുടെ കറി തിള വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കടുക് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കടുക് വറുത്ത് തേങ്ങയൊന്നും വറക്കാതെ ഞാൻ ഇതേ രീതിയിൽ നമ്മൾ സാധാ കടുക് വറക്കുന്ന പോലെ തന്നെ കടുക് വറുത്ത് ചേർക്കുകയാണ്. അപ്പം അതിന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് ഇനി ഒരു 2 പപ്പടവും കൂടെ വറക്കാമെന്ന് വിചാരിച്ചല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടും കൂടെ എരിശ്ശേരിയുടെ കൂടെ പപ്പടവും കൂടെ ഉണ്ട്, നല്ല കോമ്പിനേഷനല്ലേ. അപ്പം ഞാൻ പപ്പടം വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കഞ്ഞി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പാട കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് കോരി കളയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മുടെ കഞ്ഞി ഒന്ന് അടച്ചിടണം. പിന്നെ കടുക് വറുത്ത് നമ്മുടെ കറിയും മാറ്റി വെച്ചിട്ടുണ്ട്, മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ പപ്പടവും കൂടി ഒന്ന് വറുത്താൽ മതി. അപ്പോഴത്തേന് ഞാൻ ഇടയിൽ ക്ലിപ്പ് ഇങ്ങനെ കുത്തിയാണ് കഞ്ഞി വാർത്തിടുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് നമ്മുടെ പാത്രത്തിലൊക്കെ ഇരിക്കുമ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് അങ്ങനെ ഞാനൊന്ന് വാർത്തിട്ടത് കഴിഞ്ഞ് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോഴത്തേന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് ആവി കയറുന്ന സമയം കൊണ്ട് ഞാനോർത്ത് പപ്പടം കുറച്ച് വറുത്ത് ടിന്നിനകത്തിടാം. അപ്പോൾ എണ്ണ ഒഴിച്ച് പപ്പടം വറുക്കുമ്പോൾ 2-3 ദിവസത്തേനുള്ളത് ഞാൻ ഒരുമിച്ച് വറുത്ത് വെക്കും, അല്ലെങ്കിൽ എണ്ണയും വേസ്റ്റ് ആകും, പിന്നെ നമുക്ക് സമയവും ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കും. പപ്പടം വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കുക്കറിനകത്ത് വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങി. അപ്പോഴത്തേന് തന്നെ ഞാൻ അതൊന്ന് വാരി വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോഴത്തേൻ്റെ ഈ കുക്കറിൻ്റെ നോബ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ മാറി പോകും, അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ബ്രെഡ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നും നിർബന്ധമൊന്നുമില്ല ഇവിടെ ആർക്കും. അവന് ബ്രെഡോ ബിസ്ക്കറ്റൊക്കെ 2 ഉണ്ട്, അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെയാണെങ്കിലും പൊക്കോളും. പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. ചേട്ടന് പ്രത്യേകിച്ച് എന്നും കഞ്ഞിയായതുകൊണ്ട് പിന്നെ അതും എനിക്ക് തന്നെയായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് മടിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ എരിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ മൈദയുടെ പുട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും, നല്ല ടേസ്റ്റാണ് പഴവും കൂട്ടിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.